आज की हिंदी कक्षा में सभी को स्वागत है। इन्नते हिंदी क्लाസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. हिंदी साहित्य के जाने माने लेखक विश्व प्रभाकर द्वारा लिखा कहानी जज का फैसला. विश्व प्रभाकर हिंदी साहित्य में उनका महत्वपूर्ण स्थान है. उन्होंने मुख्य रूप से कथा साहित्य लिखा, किंतु एकांगी, नाटक, यात्रा वर्णन, संस्मरण, रिपोर्टाज आदि विधाओं में भी अपना योगदान दिया है. विष्णु प्रभाकर जी की प्रमुख रचनाओं में कोई तो तथा स्वप्नमयी आदि उपन्यास है. संघर्ष के बाद धरती अब भी धूम रही है, टलती रात आदि उनकी कथा संग्रह है. डॉक्टर, युगे युगे क्रांति, नव प्रभात आदि नाटक है. ये रेखाएं, ये धायरे और मेरे श्रेष्ठ एकांकी आदि उनकी एकांकी संग्रह है. दर्पण का व्यक्ति, आवारा मसीहा, फूल टूटने से पहले आदि उनका प्रसिद्ध कृतियां हैं. ജഡ്ജ് കാ ഫൈസല എന്ന് പറയുന്ന ജഡ്ജിയുടെ തീരുമാനം, ജഡ്ജ്മെൻറ്റ് എന്നാണ് ഇതിനർത്ഥം. ഈ കഥ വിവരിക്കുന്നത് ഒരു ജഡ്ജി തന്നെയാണ്. ഇതിൽ മനുഷ്യ മനസ്സിലെ സ്നേഹത്തിൻ്റെ വിചിത്രമായിട്ടുള്ള രൂപത്തെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു ട്രെയിൻ അപകടത്തിൽ പരിക്കേറ്റ ദമ്പതിമാരുടെ പ്രണയത്തിൻ്റെ കഥയാണിത്. നമുക്ക് കഥയിലേക്ക് കടക്കാം. ചലത്തെ ഹെ കഹാനിക്ക് ഓർ. जज का फैसला. सवेरा होने पर हमारे सेकंड क्लास के डिब्बे में काफ़ी यात्री आ गए थे. ഒരു ട്രെയിൻ യാത്രയാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഒരു ട്രെയിൻ യാത്രയിലൂടെയാണ് കഥ കടന്നു പോകുന്നത്. വളരെ രാവിലെ, അതിരാവിലെ ഞങ്ങളുടെ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് യാത്രക്കാർ വന്നിരുന്നു. സവേര ഹോനെ पर हमारे सेकंड क्लास के डिब्बे में काफ़ी यात्री आ गए थे. डिब्बे എന്ന് പറഞ്ഞാൽ കമ്പാർട്ട്മെൻ്റ് ആണ്. जब गाड़ी स्टेशन से चली तो वे सब मौन थे. എപ്പോഴാണോ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടത് ആ സമയത്തൊക്കെ എല്ലാവരും സൈലൻ്റ് ആയിരുന്നു, മൗനത്തെ. परंतु मार्ग में न जाने किस किस सूत्र से होकर उन सब में वार्तालाप आरंभ हो गया. നമുക്കറിയാം, വളരെ നീണ്ട യാത്രയായിരിക്കും ട്രെയിൻ യാത്രയൊക്കെ. ഒരുപാട് സമയം ഉണ്ടാകും. വളരെ ദൂരത്തേക്ക് പോകുന്നവരാണ് ട്രെയിനിൽ അധികം യാത്ര ചെയ്യുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ചിട്ടാണ് അവർ നേരം പോക്കുക. ഇവിടെ ട്രെയിൻ പുറപ്പെട്ട സമയത്തൊന്നും ആരും ഒന്നും സംസാരിച്ചില്ലായിരുന്നു, എല്ലാവരും സൈലൻ്റ് ആയിരുന്നു. പക്ഷേ വഴിയിൽ പരന്തു മാർഗം എന്നാ ജാനെ കിസ് കിസ് സൂത്രസേ, വഴിയിൽ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് സൂത്രമാണെന്നറിയില്ല, സൂത്രസേ ഹോക്കർ സഭമേ വാർത്താലാപ് ആരംഭ ഹോഗയ, എല്ലാവരും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. बिहटा स्टेशन गुजर जाने पर सहसा एक प्राउड सज्जन, जिनकी सघन श्वेत बौहें चमकीली नयनों पर छज्जे की तरह जा रही थी. അങ്ങനെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നു. ബിഹട്ട സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ, ഒരു സ്റ്റേഷൻ്റെ പേരാണ്. പെട്ടെന്ന് സഹസ ഏക് പ്രൗഡ് സജ്ജൻ, ഒരു മുതിർന്ന മാന്യനായ വ്യക്തി കയറുകയും जिनकी सघन श्वेत बौहें चमकीले नयनों पर छज्जे की तरह चा रही थी. ആ മനുഷ്യൻ്റെ, ആ മുതിർന്ന അല്ലെങ്കിൽ ആ മാന്യൻ്റെ പ്രത്യേകതയാണ് ഈ പറയുന്നത്. സഘൻ ശ്വേത്,
തിക്കായിട്ടുള്ള, ശ്വേത് എന്ന് പറഞ്ഞാൽ വൈറ്റ്, ബൗഹെ പുരികം, ചംകീലെ നൈനോപ്പർ തിളങ്ങുന്ന കണ്ണിൽ, ചച്ചയ്ക്ക് തറ് ചാരഹീത്തി, അദ്ദേഹത്തിൻ്റെ പുരികത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്. തിക്കായിട്ടുള്ള വൈറ്റ് നിറത്തിലുള്ള, ഇങ്ങനെ പുറത്തേക്ക് വ്യാപിച്ചിരിക്കുന്നു, ചാരഹീത്തി വ്യാപിക്കുക. വളരെ തിക്കായിട്ടുള്ള പുരികമായിരുന്നു ആ മാനിൻ്റേത്. അദ്ദേഹം പറഞ്ഞു, ബോലെ യഹാ പർ ഏക് ബാർ ബഹുത്ത് ഭയങ്കർ ദുർഘടന ഹോ ഗയി തി. ആ വ്യക്തി മറ്റുള്ളവരോട് പറയുകയാണ്, ഇവിടെ ഒരു തവണ വലിയ ഭയങ്കരമായിട്ടുള്ള അപകടം, ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. रेल यात्रा के इतिहास में अनेक कारणों से वह अभूतपूर्व रहेगी. റെയിൽവേ യാത്ര, ട്രെയിൻ യാത്രയ്ക്ക് ഇതിഹാസ് മേ, ട്രെയിൻ യാത്രയുടെ ചരിത്രത്തിൽ തന്നെ പല കാരണങ്ങൾ കൊണ്ട് അത് ഒരു അത്യപൂർവമായ ഒന്നായിരുന്നു ആ അപകടം. അഭൂതപൂർവം എന്ന് പറഞ്ഞാൽ അത്യപൂർവമായ. ഉസ്മേ 100 से भी ऊपर यात्रियों की जाने गई थी. ആ അപകടത്തിൽ 100-ൽ കൂടുതൽ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു, യാത്രക്കാരുടെ. और उससे भी कुछ अधिक यात्री घायल हुए थे. അതിനേക്കാളും യാത്രക്കാർക്ക് പരിക്കും പറ്റി. ഘായൽ ഹുവെ, ഘായൽ എന്ന് പറഞ്ഞാൽ പരിക്കാണ്. इस पर नदी की तरह चर्चा ने अपना मार्ग बिल्कुल बदल लिया. എപ്രകാരമാണോ നദി ഒഴുകുന്നത് അതുപോലെ തന്നെ ഈ ചർച്ചയും ഒഴുകിക്കൊണ്ടേയിരുന്നു. അപ്ന മാർഗ് ബിൽക്കുൽ ബദലിയ, നദി വഴിമാറി ഒഴുകുന്നത് പോലെ ഇതും വഴിമാറി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ ചർച്ചയും. यद्यपि इसमें से कोई भी यात्री इस दुर्घटना का साक्षी नहीं था, तो भी कुछ लोगों ने ऐसी दूसरी दुर्घटनाओं को देखा था और उनका वर्णन करते करते वे ऐसे सहम रहे थे. ഞങ്ങളിൽ ഹമ്മേ സെ കോയി ബി യാത്രി ഇസ് ദുർഘടന കാ സാക്ഷി നഹി താ. ഈ പറഞ്ഞ ആക്സിഡൻറ്റിൽ, അപകടത്തിൽ സാക്ഷികളായിട്ടുള്ള ആരും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. എങ്കിൽ കൂടി തോ ബി കുച്ച് ലോഗോനെ ഏസി ദൂസരി ദുർഘടനാവോ കോ ദേക്കാത്ത, ഞങ്ങൾക്കിടയിലെ ചിലരൊക്കെ ഇതുപോലെയുള്ള അപകടങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഉൻക വർണ്ണൻ കർത്തെ കർത്തെ, അതിൻ്റെയും വിവരണങ്ങൾ പറഞ്ഞുകൊണ്ട് കർത്തെ കർത്തെ വേ ഏസെ സഹം രഹത്തെ, അവർ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ട്രെയിൻ അപകടങ്ങളൊക്കെ പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ച് ഭയത്തോടെ ഇരിക്കുകയായിരുന്നു, യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഹംന എന്ന് പറഞ്ഞാൽ ഭയപ്പെടുക. ജയ്സെ വേ ദുർഘടനയെ അഭി ഘട്ട് രഹി ഹോ, അവർക്ക് തോന്നുകയാണ് അപകടം, നമ്മൾ ഈ സഞ്ചരിക്കുന്ന ഈ ട്രെയിനിനും അപകടം സംഭവിച്ചാലോ എന്ന് അവർക്ക് തോന്നുകയാണ്. ജയ്സെ വേ ദുർഘടനയെ അഭി ഘട്ട് രഹി ഹോ, അത് ഇപ്പോഴാണ് സംഭവിക്കുന്നത് പോലെ അവർക്ക് തോന്നുകയാണ്. एक स्वस्थ और लंबे तगड़े युवक ने जब 2 आप बीती रोमांचकारी घटनाएं सुनाई तो हम सब थके से उसे देखते रह गए. അങ്ങനെ ഈ ഒരു സംഭവം പറഞ്ഞതിന് ശേഷം, ട്രെയിൻ അപകടത്തെ പറ്റിയൊക്കെ വിവരിച്ചതിന് ശേഷം, एक स्वस्थ, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തി, ലംബേ തകിടെ, ലംബേ എന്ന് പറഞ്ഞാൽ നീണ്ട, തകിടെ എന്ന് പറഞ്ഞാൽ തടിച്ച ഒരു യുവക്, അദ്ദേഹം 2 കഴിഞ്ഞു പോയ, അനുഭവിച്ചു കഴിഞ്ഞ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ അഭിത്തി രോമാഞ്ചകരി, വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ, 2 സംഭവങ്ങൾ അദ്ദേഹം കേൾപ്പിച്ചു. ഒരു ആരോഗ്യമുള്ള നീണ്ടു തടിച്ച ഒരു യുവാവ് 2 കാര്യം, കഴിഞ്ഞതായിട്ടുള്ള 2 കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. തോ ഹം സബ് ടഗ്ഗെ സെ ഉസെ ദേഖ്തെ രഹ് ഗയെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കാര്യം പറഞ്ഞ സമയത്ത് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ണുമിഴിച്ച്, ടഗ്ഗേസ് എന്ന് പറഞ്ഞാൽ കണ്ണുമിഴിച്ച് അദ്ദേഹത്തെ നോക്കി നിന്ന് പോയി. വ എഞ്ചിനീയർ, ആ വ്യക്തി ആരായിരുന്നു? എക് എഞ്ചിനീയർ. एक बार वह
व्यक्ति ट्रेन के नीचे आ गया था, यद्यपि उसका शरीर जख्मों से भर गया था. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഒരു ദിവസം, ഒരു തവണ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് താഴെ വീണുപോവുകയും ഉസ്ക ശരീർ ജഖ്മോ സെ ഭർ ഗയാ ത. മൊത്തം അദ്ദേഹത്തിൻ്റെ ശരീരം മൊത്തം മുറിവുകളായിരുന്നു. ഒരു തവണ അദ്ദേഹം ട്രെയിനിൽ നിന്ന് താഴെ വീഴുകയും ശരീരത്തിനൊക്കെ മുറിവേൽക്കുകയും ചെയ്തു. ജഖ്മോ എന്ന് പറഞ്ഞാൽ മുറിവാണ്, ഘായൽ. तो भी उसके प्राण बच गए. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. कैसे बच गए ये वह स्वयं भी नहीं जानता. പക്ഷെ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. जब वह गिरा तो उसने पाया कि गाड़ी स्टेशन में प्रवेश कर रही है. എപ്പോഴാണോ അദ്ദേഹം ട്രെയിനിൽ നിന്ന് താഴെ വീണത്, അപ്പോൾ അദ്ദേഹം കാണുകയാണ് ട്രെയിൻ സ്റ്റേഷനിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. उसकी गति निरंतर धीमी हो चली है और उससे डिब्बे में चढ़ने वाली पेड़ी को कसकर पकड़ लिया है. സ്റ്റേഷനിലോട് അടുക്കുമ്പോൾ ട്രെയിൻ സാധാരണ വേഗത കുറയ്ക്കും. അതുപോലെ തന്നെ ഈ ട്രെയിനിൻ്റെ വേഗതയും കുറയുന്നു. അദ്ദേഹം കമ്പാർട്ട്മെൻറ്റ് ചാടിക്കയറി പേടിക്കോ കസ്ക് പക്കഡ് ലിയ ഹൈ. അതിൻ്റെ ഹാൻഡിൽ പിടിച്ചിട്ട് മുറുക്കി പിടിച്ച്, കസ്കർ എന്ന് പറഞ്ഞാൽ മുറുക്കി പിടിക്കുക, കസ്കർ പക്കഡ് ലിയ. അദ്ദേഹം ചാടി ഹാൻഡിൽ പിടിച്ച് കയറി. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യം പറയുകയാണ് ഈ വ്യക്തി, രണ്ടാമത്തെ വ്യക്തി. ഇത്തന ഹി ഉസെ സ്മരൺ ഹെ. ഇത്രയുമാണ് അദ്ദേഹത്തിന് ഓർമ്മയുള്ളത്. ട്രെയിനിൽ നിന്ന് വീണതും പരിക്കേറ്റതും സ്റ്റേഷനിൽ എത്താൻ നേരത്ത് ചാടിക്കയറുന്നതും. ലേക്കിൻ ദൂസരി ഘടന ബഹുത്ത് ഭയങ്കർ തി. പക്ഷേ രണ്ടാമത്തെ ഘടന അല്ലെങ്കിൽ സംഭവം ഭയങ്കരമായിട്ട് ഉള്ള ഒന്നായിരുന്നു. पौड़ी गढ़वाल से कोटद्वार लौटते समय उसकी बस 250 फुट नीचे खड्ड में जा गिरी. രണ്ടാമത്തെ സംഭവം അദ്ദേഹം പറയുന്നത്, പൗഡി ഗാഡ്വാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കോട്ട്ദ്വാറിലേക്ക് മടങ്ങുന്ന സമയത്ത് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ബസ് 250 അടി, 250 എന്ന് പറഞ്ഞാൽ 250 അടി താഴെ ഗർത്തത്തിൽ അല്ലെങ്കിൽ താഴ്ചയിൽ വീണു എന്നാണ് രണ്ടാമത്തെ സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച. 10 വ്യക്തി വഹി മർ ഗയെ. 10 പേര് അവിടെ വെച്ച് തന്നെ മരിച്ചു. ഒരു 5 ആസ്പത്താൽ മേ പहुंचकर चल बसे. 5 പേര് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ മരിച്ചു. पर वह कुछ जख्मों के साथ बच गया था. വളരെ കുറച്ച് പരിക്കുകളോടെ, ജഖ്മോ എന്ന് പറഞ്ഞാൽ പരിക്കാണ്, മുറിവുകളോടെ അദ്ദേഹം രക്ഷപ്പെട്ടു. കൈസെ ബച്ച് ഗയ. പക്ഷെ എങ്ങനെ രക്ഷപ്പെട്ടു? യേ പൂച്ഛനെ പർ വഹ് ഇത്നാ ഹി കഹ് സകാ ബസ് ബച്ച് ഗയ. എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, രക്ഷപ്പെട്ടു. അപ്പോൾ ആപ്കെ സാമനെ ബേട്ടാ ഹും. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. युवक की ये कहानी सुनकर हम सबको रोमांच हो आया और हमने उसे बहुत बहुत बधाई दी. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ യുവാവിൻ്റെ കഥ കേട്ടിട്ട് ഞങ്ങളെല്ലാവരും വളരെ ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരുപാട് ആശംസകളും നൽകി. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത്. आशा करता हूँ आप लोगों को आज की कक्षा समझ में आया है. कहानी का नाम है झज का फैसला. एक ट्रेन यात्रा के संबंध में बताया गया है.
सवेरे ट्रेन यात्रा शुरू करते समय लोग आपस में, यात्रियों ने आपस में वार्तालाप आरंभ करते हैं। बिहटा स्टेशन गुजर जाने पर एक व्यक्ति, प्रौढ़ सज्जन, चमकीले नयनों वाले श्वेत बोहे के एक व्यक्ति बोलते हैं कि एक बार यहाँ भयंकर दुर्घटना हो गई थी। 100 से अधिक लोग मर चुके थे उसमें, और उससे भी अधिक लोग घायल हुए थे। वो चर्चा नदी की तरह मार्ग बिल्कुल बदल लिया। ऐसे बातें करते करते वो डर रहे थे, यात्रियों ने डर रहे थे। इसी बीच एक स्वास्थ्य, एक लंबे तगड़े युवक आते हैं और दो आप बीती बातें, घटनाएं सुनाई देता है। जब ट्रेन यात्रा करते समय वो नीचे गिरता है, वो बच जाता है, बाकी सब मर जाते हैं। और एक बस में जाते समय दूसरा घटना है, बस में जाते समय एक खड्ड എന്ന് പറഞ്ഞാൽ താഴ്ച അല്ലെങ്കിൽ കുഴി എന്നാണ് അർത്ഥം। गड्ढ में गिर जाता है, वहाँ से भी वो बच जाता है। ये सब सुनकर लेखक और अन्य लोग, अन्य यात्रिक रोमांच हो जाता है और बधाई देता है वो युवक को। इतना ही हम आज पढ़ा है। अगले भाग अगले कक्षा में पढ़ेंगे। धन्यवाद।